നമസ്കാരം. കണ്ണൂർ വൺ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ദുരിതപ്പെയ്തിൽ 8 മരണം. സംസ്ഥാനത്ത് 209 ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാന്നിയിൽ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു. ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് ക്ഷാമം. ഭരണ സംവിധാനം കൂടുതൽ ജാഗ്രതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കേണ്ടതാണെന്നും പിണറായി വിജയൻ. ദുരന്ത നിവാരണത്തിൽ ഏകോപനമില്ല. മഴക്കെടുതിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി CPM. ദുരന്ത നിവാരണ അതോറിറ്റിക്കും കാലാവസ്ഥാ വകുപ്പിനും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് MV ഗോവിന്ദൻ. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസ് തുടരന്വേഷണത്തിന് സർക്കാർ തീരുമാനം. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ ധാരണയായി. ശുപാർശ ചെയ്ത ജില്ലാ കമ്മിറ്റി. വിഭാഗീയ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതേസമയം സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ 8 മരണമാണ് സ്ഥിരീകരിച്ചത്. നിലവിൽ സംസ്ഥാനത്തുടനീളമായി പ്രവർത്തിക്കുന്ന 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരാണുള്ളത്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടുൾപ്പെടെയുള്ള ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റാന്നിയിൽ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടതിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്ത നിവാരണത്തിലെ അനാസ്ഥയും ഏകോപനക്കുറവും മൂലം ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അനാസ്ഥയും ആശങ്കപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തുടനീളം 100 കണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഭരണ സംവിധാനം കൂടുതൽ ജാഗ്രതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കേണ്ടതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മഴക്കെടുതിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളും കാലാവസ്ഥാ വകുപ്പിനും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളം വെള്ളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ വിരുന്നിലാണെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉടൻ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്നും ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യവും ഉറപ്പുവരുത്തണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ വിഭവസമൃദ്ധമായ വിരുന്നിൽ മുഴുകുകയാണ് മുഖ്യമന്ത്രിയെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ V ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ സതീശൻ പിണറായിയെ മാതൃകയാക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. മഴക്കെടുതിയെ നേരിടാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക എന്നതാണ് ഇടതിന്റെ നിലപാടെന്ന് മുൻ വ്യവസായ മന്ത്രി P രാജീവ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അടങ്ങുന്ന പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. കണ്ണൂർ MLA TO മോഹനൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേരാണ് കേസിൽ അറസ്റ്റിലായിരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിനിടെ വീണ ജോർജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു കേസ്. വധശ്രമമടക്കം 11 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. മന്ത്രിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു FIR. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി വീണ ജോർജിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർക്കെതിരെ കേസെടുത്തത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ പ്രതികൾ വീണ ജോർജിന്റെ അടുത്തേക്ക് എത്തിയതിനോ ആയുധങ്ങൾ ഉപയോഗിച്ചതിനോ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. കണ്ണൂർ വൺ. കണ്ണൂർ CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ധാരണയായി. ശക്തമായ ഗ്രൂപ്പിസം ഏരിയ കമ്മിറ്റിയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി. ഇന്ത്യ രാജ്യത്ത് തന്നെ CPMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയോജകമണ്ഡലം CPMന്റെ കോട്ടക്കൊത്തളമാണ്. എന്നാൽ കഴിഞ്ഞ തവണ 1,00,000-ഓളം വോട്ടുകൾക്ക് CPM സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ UDF പിന്തുണയോടെ മത്സരിച്ച പഴയ CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ വിജയം കണ്ടു.
കേരളത്തിൽ ഉടനീളം ഇടതുവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചാലും തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ ഒരിക്കലും CPM സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ പാടില്ലാത്തതാണ്. കയ്യൂർ, കരിവെള്ളൂർ, കാവുമ്പായി, മൊറാഴ, മുനിയംകുന്ന്, പാടിക്കുന്ന് രക്തസാക്ഷികളുടെ ചരിത്രമുറങ്ങുന്ന കർഷക പോരാട്ട ഭൂമികളിൽ പാർട്ടിക്കേറ്റ പരാജയം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ അമ്പരപ്പിച്ചു. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പാർട്ടി 2-അംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പാർട്ടിയുടെ കോട്ടക്കൊത്തളത്തിൽ കനത്ത പരാജയം പാർട്ടിക്ക് സമ്മാനിച്ചത് പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടി സ്ഥാനാർത്ഥി TI മധുസൂദനനെ പരാജയപ്പെടുത്താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആയിരക്കണക്കിന് പാർട്ടി വോട്ടുകൾ മറിഞ്ഞത് പാർട്ടിക്കകത്തുള്ളവരുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണെന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം ഉണ്ടാക്കുന്ന താൽക്കാലിക കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പാനൂർ സ്വദേശിയും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ P. ഹരീന്ദ്രനെ നിയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പയ്യന്നൂരിൽ നിന്നുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചില ഏരിയ കമ്മിറ്റി അംഗങ്ങളും പുതിയ താൽക്കാലിക കമ്മിറ്റിയിൽ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. കണ്ണൂർ ജില്ലയിൽ കനത്ത കാലവർഷത്തിൽ വൻ നാശനഷ്ടങ്ങൾ. നിരവധി വീടുകളിൽ വെള്ളം കയറി. പട്ടാനൂർ വില്ലേജിൽ ആയിപ്പുഴ, നായ്ക്കാലി, പാണലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. ആയിപ്പുഴയിൽ 18 വീടുകളിൽ വെള്ളം കയറി. 6 അതിഥി തൊഴിലാളികളെ ആയിപ്പുഴ സ്കൂളിലേക്ക് മാറ്റി. പാണലാട് 6 വീടുകളിലും നായ്ക്കാലിയിൽ 1 വീട്ടിലും വെള്ളം കയറി. 7 വീടുകളിൽ താഴെ നിലയിൽ വെള്ളം കയറി. ഇത് നമ്മൾ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കാലാകാലമായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. ഇത് 4 ഏക്കർ സ്ഥലം ഞങ്ങൾ വിവിധ ഐറ്റംസ് വെള്ളരി, മത്തൻ, കളവൻ, അതുപോലെ പയർ, ചീച്ചിൽ, കയ്പ, പാവൽ, അതുപോലെയുള്ള 5 ഐറ്റംസ് നമ്മൾ കൃഷി ചെയ്തതാണ്. ഏതാണ്ട് 3 ലക്ഷം റുപ്യ പിന്നെ കടമെടുത്ത് മുടക്കിയതാണ്. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഇന്നലെ വൈകുന്നേരം മലവെള്ളം കയറുന്നു. ഓണം സീസണിനെ കൊണ്ട് നമ്മൾ ചെയ്തതാണ്. 100% നഷ്ടപ്പെട്ടു വന്നൊരവസ്ഥയല്ലായിരുന്നു. തലശ്ശേരിക്കടുത്ത കണ്ടംകുന്ന് കൈതേരിയിൽ ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ കാൽ വഴുതി വെള്ളച്ചാലിൽ വീണതിനെ തുടർന്ന് കലാശപ്പറമ്പത്ത് അപ്പു എന്ന രാരീഷ് മരണപ്പെട്ടു. മൃതദേഹം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അയാൾ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ആളാണ്. പയ്യന്നൂർ, വയക്കര, കൊല്ലാടയിൽ 6 വീടുകളിലും 1 വ്യാപാര സ്ഥാപനത്തിലും 1 മസ്ജിദിലും വെള്ളം കയറി. പയ്യന്നൂർ വയക്കരയിൽ 1 വീടിൻ്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു. ചെറുക്കിണിയൻ ഗോപി എന്നയാളുടെ വീടിൻ്റെ മേൽക്കൂരയാണ് തകർന്നത്. കനത്ത കാലവർഷത്തിൽ ശ്രീകണ്ഠാപുരം ടൗണിൽ വെള്ളം കയറി. ചെങ്ങളായി പ്രദേശത്തെ 7 കുടുംബങ്ങളിലെ 27 പേരെ ഫയർഫോഴ്സ് എത്തി മാറ്റിപ്പാർപ്പിച്ചു. പയ്യാവൂർ ചന്ദനാക്കമ്പാറ ആനാടി ഏറ്റുപാറ റോഡിൽ പാലം തകർന്നു. പയ്യന്നൂർ കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന് വേണ്ടി തിരച്ചിൽ നടത്തി. ഇന്നലെ കനത്ത മഴയിൽ തുരുത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തുമ്പോഴായിരുന്നു നീന്തൽ പരിശീലകനായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. പെരിയ നെടുമ്പൊയിൽ റോഡിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി. ന്യൂസ് ഡെസ്ക്. വാർത്തകളിൽ ഒരിടവേള. ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. പഴയങ്ങാടിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് അപകടം. ഈ സമയം മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 7 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാടായി കൊളവയലിൽ മൊത്തങ്ങ ബിജുവിന്റെ വീടാണ് തകർന്നത്. മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന 7 വയസ്സുകാരൻ പാർത്ഥിബ് തകർന്നു വീണ മേൽക്കൂരയുടെ അടിയിൽപ്പെട്ടുപോയി. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വാതിൽ തല്ലിപ്പൊളിച്ച് കുട്ടിയെ പുറത്തെടുത്തത്. തുടർന്ന് മൊട്ടമ്പ്രത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർത്ഥിബിന് തലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. വീടിന്റെ മേൽക്കൂരയിലെ കഴുക്കോൽ, ഉത്തരം, ഓടുകൾ എന്നിവയാണ് കനത്ത മഴയിൽ തകർന്ന് കിടപ്പുമുറിയിലേക്ക് വീണത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. കളിക്കളങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും കുട്ടികൾക്ക് കളിച്ചു വളരാൻ കളിക്കളങ്ങൾ സജ്ജമാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും ഓൾ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 10ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഫുട്ബോൾ മത്സരങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംഘടനയാണ് ASFA എന്നുള്ളത് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം ഒരുപാട് ആളുകളുടെ ഒരു വലിയ ആത്മസമർപ്പണവും അതോടൊപ്പം അവരുടെ കഠിനാധ്വാനവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള
ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് പോലുള്ള ആളുകളൊക്കെ ഫുട്ബോളിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ വേൾഡ് കപ്പിലും കൂടെ കണ്ടതാണ്. അത്രമാത്രം ആവേശകരമായിട്ടാണ് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പങ്കെടുക്കാത്ത ഒരു മേളയായിട്ട് കൂടി നമ്മുടെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ് ഫുട്ബോളിനെ. അത് ഓരോ ടീം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലായിരുന്നു നമ്മുടെ ജനങ്ങൾ ആവേശത്തോടെ ഈ മത്സരം വീക്ഷിച്ചത് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ കണ്ണൂര് കേരളത്തിലെ ഏറ്റവും വലിയ ബിഗ് സ്ക്രീനിൽ സ്റ്റേഡിയത്തിൽ ഒരു വലിയ ഒരു ഫാൻ പാർക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതിൽ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെ? അപ്പൊ അത്രമാത്രം ആവേശം. ഞങ്ങൾ തുടങ്ങുമ്പോ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിക്കുമ്പോ ഞങ്ങളൊക്കെ വീട്ടില് തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് വലിയ സ്ക്രീനെല്ലാം വാങ്ങി വെച്ച് വീട്ടില്. അപ്പോഴേ എനിക്ക് തോന്നി നമ്മള് രണ്ടാളും വീട്ടിലിരുന്നിട്ട് ഈ കളി കാണുമ്പോൾ എന്ത് ഒരു സുഖം. നമ്മള് നാട്ടിൻ പുറത്താണെങ്കിൽ നമ്മള് എങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ഫുട്ബോൾ നമ്മൾ കുഞ്ഞുകാലം തൊട്ടിട്ട് ഈ ഫുട്ബോളിന്റെ ആവേശം, അത് കട്ടൻ ചായ ഉണ്ടാക്കി, കാപ്പി ഉണ്ടാക്കി, അവര് മിസ്റ്റർ, ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മകളിലുള്ളത്. ഫുട്ബോൾ വേൾഡ് കപ്പ് ഒരുപാട് മത്സരം കായിക ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഫുട്ബോൾ മത്സരത്തിന് പ്രത്യേക വേറെ തന്നെ ഒരു വൈബാണ്. അപ്പൊ ആ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ പറഞ്ഞു, നമുക്കൊരു ഫാൻ പാർക്ക്, ഒരു വലിയ സ്ക്രീൻ കോർപ്പറേഷന്റെ വക ഒന്ന് ആരംഭിച്ചാലോ, ഒന്നിങ്ങനെ വെറുതെ തമാശയിൽ തുടങ്ങിയതാണ്. പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അതങ്ങ് പറഞ്ഞപ്പോൾ നമ്മുടെ ചുറുചുറുക്കായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരും പിള്ളേരുണ്ട്, കൗൺസിലർമാര്, അവര് വളരെ ആവേശത്തോടെ അത് അങ്ങ് ഏറ്റെടുത്തു. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെയായിരുന്നു. വലിയ ഒരു ബഡ്ജറ്റ് അതിനായിട്ടുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല. കാരണം നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്ക്, ആളുകൾക്ക്, നമ്മുടെ ജെൻസി എന്ന് പറയുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ കണ്ടത്. ഞങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ ദസറ നടത്തി പരിചയമുണ്ട്. പക്ഷെ ആ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ പ്രായമായിട്ടുള്ള ആളുകൾ, ഒരു ഇതിലുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു ഫാൻ പാർക്ക് വന്നപ്പോ നമ്മൾ കണ്ടത് നമ്മുടെ ജെൻസി, നമ്മുടെ കുട്ടികളെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ, കുട്ടികൾ നല്ല ഒരു പരിപാടികൾ, നല്ല ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ള കായികപരമായിട്ടും അല്ലാതെയുള്ള പരിപാടികൾ കാണാനും ആസ്വദിക്കാനും നമ്മുടെ പുതിയ തലമുറ കടന്നു വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ ആ പാർക്കിൽ കണ്ടത്. ജില്ലാ പ്രസിഡന്റ് ഖാദർ ഇരിക്കൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ മികച്ച ടൂർണമെന്റ് നടത്തിയവർക്കുള്ള അനുമോദനം ഡെപ്യൂട്ടി മേയർ KP താഹിറും, മികച്ച ജനകീയ ടൂർണമെന്റ് നടത്തിയവർക്കുള്ള അനുമോദനം ചലച്ചിത്ര സംവിധായകൻ മൊയ്തു താഴത്തും നിർവഹിച്ചു. നിഷാദ് പെരളശ്ശേരി, സുലൈമാൻ ആനക്കാരൻ, P കൃഷ്ണൻകുട്ടി, അൻവർ ജിങ്കാന, ഷാരിദ് TP പെരളശ്ശേരി, അബ്ദുൾ അസീസ്, യാഷിഖ് മഞ്ചേരി, ഷാഹുൽ കൊണ്ടോട്ടി, സൈനുദ്ദീൻ പടന്ന, നിയാസ് വളവട്ടണം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഘടനാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ 1 കണ്ണൂർ വ്യാപാര വ്യവസായ മേഖലകൾക്ക് കരുത്തുപകരാൻ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാപാര സമൂഹത്തിനും ലഭിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ജില്ലകളിലും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ മാസത്തിൽ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പോടുകൂടി പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ തന്നെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകും. നല്ല ചുറുചുറുക്കോടുകൂടി പ്രവർത്തിക്കാവുന്ന ശക്തരായ നേതാക്കളോടുകൂടി യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ എന്ന നമ്മുടെ സംഘടന വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നിലകൊള്ളും. അതിന്റെ ഒപ്പം സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സംഘടനയുടെ നിയമാവലി അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ദ്വൈവാർഷിക പൊതുയോഗവും
തെരഞ്ഞെടുപ്പ് യോഗവും നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജില്ലാ പ്രസിഡന്റ് TF സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ഹെൻറി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബുഷ്ര ചിറക്കൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നരിത്തൂക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ യോഗത്തിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി ഗോകുൽദാസ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഭരണാധികാരിയായി. ഒരിടവേള കൂടി. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. വാർത്തകൾ തുടരുന്നു. സ്കൂൾ ഗെയിംസ് കരാത്തെ മത്സരങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ കരാത്തെ ക്ലബ്ബുകൾക്കും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള സംഘടനയിൽ അംഗത്വം നൽകണമെന്നും കരാത്തെ മാസ്റ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അസോസിയേഷനുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ടിട്ടുള്ളൊരു ശരിക്കും പരാതിയാണ് നമ്മളുടെ ഒരു പരാതി എന്ന് പറയാം. കരാത്തെ മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു കരാത്തെ മാസ്റ്റർമാരുടെ ഒരു കൂട്ടായ്മയായ കരാത്തെ മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ അധികാരികൾക്ക് കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരാതിയാണ്. അപ്പം ഇപ്പോഴേ സ്പോർട്സ് കൗൺസിൽ അംഗീകൃതം എന്ന് പറയുന്ന ഒരു കരാത്തെ അസോസിയേഷൻ ഇവിടെ നിലവിലുണ്ട്. ആ കരാത്തെ അസോസിയേഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കരാത്തേക്ക് നിയമാവലിക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ ഗെയിംസ് അടക്കമുള്ള എല്ലാ ഗെയിംസുകളിലും സ്വന്തക്കാരെ കയറ്റി കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും മത്സരങ്ങൾ കൊണ്ടുപോകുന്നതും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സെൻസായി NK സുഗതൻ, സെൻസായി പ്രഭാകരൻ നാമത്ത്, ടെക്നിക്കൽ ഡയറക്ടർ സെൻസായി P ഹേമന്ത് കുമാർ, ട്രഷറർ സെൻസായി CN മുരളി, ജോയിന്റ് സെക്രട്ടറി സെൻസായി ദിനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കണ്ണൂർ ടൗൺ കമ്മിറ്റി പ്രസിഡന്റായി സിജി ജോണിനെയും ജനറൽ സെക്രട്ടറിയായി KV ഫാസിലിനെയും ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TF സെബാസ്റ്റ്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു. KM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. KV ഫാസിൽ, ചിറക്കൽ ബുഷ്ര, റോജിത് രവീന്ദ്രൻ, ജേക്കബ് ചോലമറ്റം, VV കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഭൂമിയെ അറിയാമെന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. TTI അധ്യാപിക AV പ്രിയ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പരിശുദ്ധ ഭവനിൽ വെച്ച് നടന്ന ക്ലാസിന് സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധൻ കൃഷ്ണൻ കുറിയ നേതൃത്വം നൽകി. വായനശാല സെക്രട്ടറി K ഗോപി അധ്യക്ഷത വഹിച്ചു. സാന്ദ്ര ടീച്ചർ, PK സുധാകരൻ, മുംഷീറ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ദുരിതപ്പെയ്ത്തിൽ 8 മരണം. സംസ്ഥാനത്ത് 209 ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാന്നിയിൽ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു. ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് ക്ഷാമം. ഭരണ സംവിധാനം കൂടുതൽ ജാഗ്രതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കേണ്ടതാണെന്നും പിണറായി വിജയൻ. ദുരന്ത നിവാരണത്തിൽ ഏകോപനമില്ല. മഴക്കെടുതിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി CPM. ദുരന്ത നിവാരണ അതോറിറ്റിക്കും കാലാവസ്ഥാ വകുപ്പിനും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് MV ഗോവിന്ദൻ. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസ് തുടരന്വേഷണത്തിന് സർക്കാർ തീരുമാനം. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ ധാരണയായി. ശുപാർശ ചെയ്ത ജില്ലാ കമ്മിറ്റി. വിഭാഗീയ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി.
കണ്ണൂർ വൺ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.